രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാട്ട്. സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. സ്വാമിയേ അയ്യനേ സ്വാമിയേ ശരണം. നിങ്ങളുടെ ഒരു മുസ്ലിം ഐഡന്റിറ്റിക്കലായിട്ടുള്ള വേഷം ഇട്ടിട്ട് ഹിന്ദു ഭക്തിഗാനങ്ങൾ കൂടുതൽ പാടുമ്പോൾ മുസ്ലിംസിന്റെ നമ്മുടേതായിട്ടുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ കുറച്ച് റീച്ച് കുറവായിരിക്കും. പാട്ടുകളൊക്കെ പാടുമ്പോൾ നന്നായിട്ട് കേറലുണ്ട്. ഇപ്പൊ തോന്നിക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. പറയേ കല്യാണ പ്രോഗ്രാമിന് അവിടുത്തെ ബ്രൈഡിനിട്ടോ പിന്നെ കാണുമ്പോൾ എനിക്ക് കൊതിയാൻ കല്യാണം കഴിച്ചു. ഞാനൊക്കെ ചെറുതായിട്ട് മെസ്സേജ് സാർ എനിക്ക് എന്തെങ്കിലും താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. പോയാലൊരു വാക്കല്ലേ, ഞാൻ വേറൊന്നും ചോദിക്കണില്ലല്ലോ, വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പാട്ടല്ലേ ചോദിച്ചോളൂ. ഇതൊന്നും ശരിയാവുന്നില്ല, നീ കുട്ടിയാണ്. ഞാൻ ചെറുതാകുമ്പോ സത്യത്തിൽ അയ്യോ വേണ്ട പറയണ്ട. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളി കൂടിയിരിക്കും സ്വാമി. രാഹുൽ രാജ് സാറിന് വിജന സുരഭി പാടിണ്ടായി. അപ്പൊ സാറ് വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്ത് സ്റ്റോറി ഒക്കെ വെച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പാട്ട് ഫാമിലിയാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ് ഹായ്. അപ്പോൾ ഇത് നിഷാദ്, സജ്ജന, ദിൽറുബ. ഹായ് ദിൽറുബ. നല്ല പേരല്ലേ ദിൽറുബ? ഓ ദിൽറുബയൊക്കെ. ആദ്യം നമുക്ക് പാട്ട്. എനിക്ക് തോന്നുന്നു കാനനവാസ ഭയങ്കര ഫീലോടുകൂടി പാടിയിട്ടുണ്ട്. അതിൽ തുടങ്ങാം. കാലത്തിൻ താളത്തിൽ നാളങ്ങൾ വിടരും, കാണാത്ത നേരത്തും കാണണമെന്നൊരു മോഹവുമായി നിന്നരികെ വരും. ശരിക്കും ആ കാസറ്റിലെ എല്ലാ പാട്ടും ഹിറ്റാണ്. അനയിറങ്ങും മാമലയിലൊക്കെ ഭയങ്കര രസമാണ്. ഗംഗയാമരൻ സാറിൻ്റെ മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ, ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ഗംഗയാമരൻ സാറ്. ആ അനയിറങ്ങും മാമലയുടെയൊക്കെ ഒരു സാധനം ഇല്ലേ, എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ആളാണ്. അതെ അതെ, ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ചോല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന സാറാണ് എഴുതിയിരിക്കുന്ന പാട്ട്. രസമുള്ള പാട്ടാണ്. ശരിക്കും എങ്ങനെയാണ് ഈ പാട്ട് ഫാമിലി പരുവപ്പെട്ടെ? സംസാരിച്ചു തുടങ്ങും. നമ്മൾ ചെറുപ്പം മുതലേ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഞാൻ സജുവിനെ കണ്ടുമുട്ടിയത്. അവളും ഈ പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ ഒരേ വേദിയിലാണ് കണ്ടുമുട്ടുന്നത്. ഒക്കെ അറിയാം. ദിൽറൂബയ്ക്ക് അറിയാമോ? ഇവര് കണ്ടുമുട്ടിയ സ്റ്റോറിയൊക്കെ അറിയാമോ? അറിയില്ലല്ലേ? ഓ, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊക്കെയാണല്ലേ? ഇന്ന് നമുക്ക് ചകഞ്ഞെടുക്കാടാ. എന്നിട്ട് അപ്പോൾ ഞങ്ങള് ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അവളുടെ പാട്ടുകൾ ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ടു. അപ്പൊ പരിപാടി കണ്ടിഷ്ടപ്പെട്ടു. കേട്ടോ, പാട്ട് കേട്ട് ഇഷ്ടപ്പെടുകയല്ല ചെയ്തത്, പാട്ട് കണ്ടിഷ്ടപ്പെടുക. സ്റ്റേജുകളിൽ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ വിളിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായി. ആദ്യം ഉള്ളതാണ് എൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞത്. എന്നാ പിന്നെ ഈ പാട്ട് കഥ കേൾക്കുന്നതിന് മുമ്പ് ആ കഥ കേൾക്കട്ടെ. ശരിക്കും എങ്ങനെയാ അത് പറഞ്ഞത് പോകാൻ പറ്റില്ല. ദിൽറൂബയ്ക്കും അറിയില്ല ആ രഹസ്യം. ഇന്നും നമ്മള് വെളിപ്പെടുത്തുകയാണ്. ശരിക്കും എങ്ങനെയാ അങ്ങോട്ട് പോയി പറയാൻ കാരണം എന്താ? എന്തായിരുന്നു പാട്ട് കേട്ടിട്ടാണ്? എന്തായാലും ഇവിടെ പാട്ട് കേട്ടിട്ടല്ല, പാട്ട് കണ്ടിട്ടാണ്. അത് പാട്ട് കേട്ടിട്ടാണോ കണ്ടിട്ടാണോ ഇഷ്ടം? അപ്പൊ ശരിക്കും പാട്ടാണ് കേട്ടത്. പാട്ട് കേട്ട് പിന്നെ ഇഷ്ടം. പക്ഷെ നിശാദ് അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യില്ലായിരുന്നു. സ്റ്റേജിൽ പോയി കഴിഞ്ഞാല് ഭയങ്കര നമ്മളെ കണ്ടാൽ തുടക്കക്കാർക്ക് ഇങ്ങനെ കാണുമ്പോ ഒരു ജാട എങ്ങനെയാ ആദ്യം അങ്ങനെ സംസാരിക്കും. അതായത് നമ്മളെ കാണുമ്പോ അങ്ങനെയാണ് നമ്മള് സംസാരിച്ചു തുടങ്ങിയാല് പിന്നെ ആദ്യം എനിക്ക് ഇഷ്ടം ഉണ്ടായില്ല. ഞാൻ മടർ തൊട്ട് സാധനം ജാട സാധനൊക്കെ പറയും. അല്ല, എന്നിട്ട് അത് എപ്പോഴാ മാറിയേ? ദേഷ്യം കൺവേർട്ടായി വരണമല്ലോ. എന്റെ അടുത്ത് വന്ന് ഇഷ്ടം പറഞ്ഞു. പക്ഷെ ഞാൻ ഇല്ല, നമ്മള് നോ പറഞ്ഞു. എന്തൊരു ക്രൂരതയാണല്ലേ! ഈ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ മോനെ?
ചോദിക്കണം കേട്ടോ. വാപ്പയാണത്രേ. നമ്മള് ഇങ്ങനെ പ്രോഗ്രാമിന്റെ ഇടയിൽ അങ്ങനെ കാണുമ്പോ പിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു പതുക്കെ വിട്ടോളൂ. പിന്നെ വേണ്ടാന്ന് വെച്ച് ഉമ്മ പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ളവരല്ല സ്നേഹിക്കണ്ട, നമ്മളിഷ്ടമുള്ളവരല്ല സ്നേഹിക്കണം. ഇങ്ങോട്ട് വേണ്ട ഇഷ്ടം, അല്ലാണ്ട് ഇപ്പൊ അങ്ങോട്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ വേണ്ട ഉമ്മ പറഞ്ഞത് വേണ്ട വിട്ട്. ഉമ്മാടെല്ലാം പറയാറുണ്ട് ഞാൻ, എന്റെ ഉമ്മാട്. അപ്പൊ ഉമ്മ പറഞ്ഞത് വേണ്ട പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ വേണ്ടാന്ന് വെച്ച്. പിന്നെ ഇങ്ങനെ പ്രോഗ്രാമിലങ്ങനെ എന്നാ വേർഡ് തുടങ്ങി. പ്രോഗ്രാമിന് കാണണമെങ്കിൽ സ്റ്റേജിൽ വരിക, അവര് ബാക്കിയുള്ളവരൊക്കെ നല്ല കമ്പനി, പക്ഷെ എന്റെ അടുത്ത് മിണ്ടല്ലത് അപ്പോ അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ നമുക്കിങ്ങനെ നമ്മള് എപ്പോഴും മിണ്ടിയിരുന്ന ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഇതാവുമ്പോ കുശുമ്പ് പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഓളിൽ ഇങ്ങനെ ഇഷ്ടം കേറി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി നാഗവല്ലി പോലെ വരുത്തി. അങ്ങനെ സെറ്റായി. പിന്നെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ് എൻഗേജ്മെന്റ് കഴിച്ചിട്ടിട്ട് 3 കൊല്ലം സ്നേഹിച്ച്. 3 കൊല്ലത്തെ സ്നേഹത്തിന്റെ കഥ പറയാനുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആ സ്നേഹത്തിന്റെ കഥയിലേക്ക് തിരിച്ചു വരണം കേട്ടോ. എന്റെ ചില ചോദ്യങ്ങളൊക്കെ ഞാൻ ഒളിച്ചു വെച്ചേക്കുക. ഇപ്പൊ ഒരു പാട്ടും കൂടെ കേൾക്കാം. ഇനി പറഞ്ഞതുപോലെ നമ്മൾ കാനനവാസ പാടിയല്ലോ, അനിറങ്ങും മാമലയില് ഭയങ്കര രസമല്ലേ, അതിന്റെ ഒരു ടെമ്പോ ഭയങ്കര രസമാണ്. നിത്യനാമജപത്തിൽ മുഴുകും പമ്പയിൽ ഒരു നാൾ നീരാടാം, സ്വാമിയെ ശരണമയ്യപ്പ ശരണം, സംക്രമ സന്ധ്യ മുഴങ്ങുന്ന പവന സങ്കീർത്തനങ്ങളിൽ ആറാടാം, സ്വാമിയെ ശരണമയ്യപ്പ ശരണം. എന്റെ മനസ്സിൽ ഓർക്കസ്ട്രയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതെ അതെ, ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ലവ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പാട്ടിന് മുമ്പ്. ഞാൻ ചെറുതാകുമ്പോ സത്യത്തിൽ വേണ്ട പറയണ്ട. ശരിക്കും പറഞ്ഞോ? 31 വയസ്സ് അല്ല, ഇപ്പത്തെ അപ്പൊ ചെറിയ കുട്ടി. ടിസ്റ്റ് ചെയ്യരുത്, കഥ പറയട്ടെ. കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു അന്ന്? കുട്ടി വേണ പറയണ? ഇല്ല പറഞ്ഞോ. അന്ന് എത്ര വയസ്സുണ്ടാവും? 15 10ാം ക്ലാസ്. 17 വയസ്സും 18 വയസ്സിന് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ കല്യാണം. അല്ല, ഇഷ്ടം പറയുമ്പോ എത്ര വയസ്സാണ്? 15 വയസ്സ്. അപ്പൊ ചെന്ന് 15. അതിന് മുന്നേ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ പറയുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അന്ന് പറഞ്ഞാൽ ഫോണൊന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഒരു കുഞ്ഞൊരു ഫോൺ ഉണ്ടായിരുന്നു, റിലയൻസിന്റെ, ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അപ്പൊ അതിലിങ്ങനെ ഇക്ക പ്രോഗ്രാമിനൊക്കെ വിളിക്കും, അപ്പൊ അങ്ങനെ സംസാരിക്കും. അപ്പൊ അതിലിഷ്ടം, എനിക്കിഷ്ടമാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇക്ക അതൊന്നും ശരിയാവുന്നില്ല, നടക്കൂല പറഞ്ഞു. ഗൗരവത്തിലാണ് പറഞ്ഞത്, പക്ഷെ ഉള്ളിൽ എന്തായിരുന്നു? അല്ല, അന്നും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അവളുടെ തുടക്കക്കാലം എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോ എന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടാണ് തുടങ്ങിയിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ ആ കുട്ടി എന്നുള്ള മോളും വരണം. അപ്പൊ ആ ഒരു ഇതങ്ങനെ കൊടുത്തിട്ട് പെങ്ങള് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. അതിന്റെ ഇടയിലാണ് അവള് ഇങ്ങനെ വന്നിട്ട് പറയണത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പതുക്കെ ഇങ്ങനെ അപ്പൊ അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഇഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഇങ്ങനെ മെയിൻ ചെയ്യാൻ ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ പൊട്ടിത്തെറിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാമിലിന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടീനെ ഇങ്ങനെ കല്യാണത്തിന് ആലോചിക്കാൻ വേണ്ടിട്ട് എന്റെ ഫാമിലിയൊക്കെ ഇങ്ങനെ ശ്രമിച്ച സമയത്ത് ഇവളവിടെ അവള് കരഞ്ഞു. അതല്ല, 4 പേരുണ്ട് നമ്മുടെ ടീമിലുണ്ടായിരുന്നു. 4. അപ്പൊ ഓർക്കസ്ട്രത്തെ ഒരു കീബോർഡിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞേ, അയ്യോ നിന്റെ ആങ്ങളമാരിത്തെ ഒരു ആങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ല, നീ നിന്നെ മൈൻഡ് ആക്കൂല പറഞ്ഞപ്പോ സങ്കടം വന്നു. എന്റെ മനസ്സിലെല്ലാം അറിയാം ആങ്ങളല്ലാന്ന്. അവ നിഷാദക്കാടെ കല്യാണം ഉറപ്പിക്കാനായി, ഇനിയിപ്പൊ പെങ്ങളൊന്നും വേണ്ടട്ടാന്ന് പറഞ്ഞു. അപ്പക്ക് കരച്ചിലൊന്നും ഞാൻ കരഞ്ഞു. അവർക്കറിയില്ല അങ്ങനെയുള്ള സംഭവം. വെറുതെ കരഞ്ഞതേ ഉള്ളൂ, സീനാക്കിയോ? സീനല്ല, വെറുതെ സീനാക്കാൻ പറ്റൂല, ആൾക്കാരറിയില്ലേ. അങ്ങനെ ആക്കില്ല, കരഞ്ഞു. എന്നിട്ട് പിന്നെ അന്നെ റിസപ്ഷൻ വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മാട് പറഞ്ഞു, ഇവിടെ അധികം നിൽക്കണം, നമുക്ക് പ്രോഗ്രാം സ്ഥലത്ത് കുറച്ച് നേരത്തോടെ പോയിട്ടല്ല അവിടെ ഇരിക്കുക, ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അങ്ങനെ അവിടുത്തെ സിറ്റുവേഷൻ നമുക്കറിയാലോ, കണ്ടാല് നമുക്ക് മുന്നേ കാണാൻ സജനയും ഇത് കഴിഞ്ഞപ്പോ പോവാണ് സജനാണ് എനിക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വന്ന് അവളെന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിൽ എന്നെ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ എനിക്ക് പിടി കിട്ടി സംഭവം ഇത് തന്നെയാണെന്ന്. അപ്പൊ ആ ഇഷ്ടം പറഞ്ഞതും അതാള് സീരിയസ് ആണെന്നും ഒക്കെ ഉള്ളത് എന്റെ മൈൻഡിൽ വന്നപ്പോ പിന്നെ നമ്മൾ പതുക്കെ എന്റെ
മൈൻഡ് അവളെ ഇഷ്ടപ്പെടാൻ തോന്നുന്നു. പക്ഷെ അവിടെ നിന്ന് 3-4 മാസം ഞാൻ മിണ്ടൂലക്കാനായിട്ട്. അങ്ങനെ മിണ്ടില്ല, 4 മാസം മിണ്ടില്ല. അവിടുന്ന് അന്നും പറഞ്ഞല്ല വേണ്ടെന്ന് പറഞ്ഞ, അപ്പൊ ഞാൻ വിട്ട്. വിട്ടതാണോ പ്രഷറായിരുന്നോ സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നല്ലേ? അല്ല അല്ല വിട്ടതാണ്. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെല്ലാരും മൈൻഡ് ചെയ്യണ ഇഷ്ടം മൈൻഡ് ആക്കൂല, അവരോട് നല്ല കമ്പനി അടിക്കും. പക്ഷെ ഇവള് പോയ ആ സമയം മുതൽ നമുക്ക് ഉള്ളില് ആ ഒരു ഇഷ്ടം കേറി അന്ന്. പക്ഷെ ആ സമയം മുതൽ ഇവള് നമ്മളെ മൈൻഡ് ചെയ്യണില്ല. അപ്പോ പതുക്കെ പതുക്കെ നമ്മൾ ഇഷ്ടങ്ങൾ പറഞ്ഞു തുടങ്ങി. അല്ല എന്നിട്ട് ഓക്കെ, എന്നിട്ട് ആ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ അത് കഴിഞ്ഞിട്ട് എന്നാണ് വന്ന് തിരിച്ച് കറക്റ്റ് ആയിട്ട് ഒഫീഷ്യലായിട്ട് പറയണത്? പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന രീതിയിൽ ഞങ്ങൾ അടുപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ രണ്ടാളും അങ്ങനെ ആയി. പിന്നെ അവരുടെ വീട്ടിൽ തന്നെ ഉമ്മാട് പറഞ്ഞു. ഉമ്മാക്ക് പിന്നെ ഓൾറെഡി അറിയുന്ന കാര്യമാണല്ലോ, ഉമ്മാടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും, അപ്പൊ ഉമ്മാക്ക് അറിയാറുണ്ട്. ഇതൊക്കെ നടക്കുമ്പോ ദിൽറുബ എവിടെ പോയി? ദിൽറുബ അവിടെ സ്കൂളിൽ പോയിരിക്കായിരുന്നല്ലേ? ശരിക്കും അത് നല്ല രസമുള്ള സ്റ്റോറിയാണല്ലേ. ഇപ്പോഴും നിങ്ങൾ പാട്ടുപാടി നടക്കുമ്പോ ഇടയ്ക്ക് പഴയ കാലഘട്ടമൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമല്ലേ? എനിക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. കല്യാണ പ്രോഗ്രാമിന് അവിടുത്തെ ബ്രൈഡിനും ഗ്രൂമിനെ കാണുമ്പോ എനിക്ക് കൊതിയാവും കല്യാണം കഴിക്കാൻ. അല്ല അന്ന് അത്രയും വലിയ കല്യാണം ആയിരുന്നില്ല. അയ്യോ വലിയ കല്യാണമായിരുന്നു അന്നത്തെ വലിയ കല്യാണം. പക്ഷെ നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ വന്നില്ല. ഇപ്പൊ ഭയങ്കര സേവ് ദി ഡേറ്റ് അത് ഇതൊക്കെ കാണാൻ റീലൊക്കെ ഇട്ട് നമുക്ക് നോക്കിയാലോ. നമ്മളന്ന് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ നമ്മളുള്ളപ്പോ ഒന്നുകൂടെ പിടിച്ചാലോ. നല്ല രസമുള്ള പരിപാടിയായിരിക്കും അല്ലെ? റീലൊക്കെ ഇട്ട് പൊളിപ്പിച്ച് ഇപ്പൊ കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ശ്രമിക്കാവുന്നതാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന മെയിൻ ആളാണ്. ഏറ്റവും കൂടുതൽ ഉറപ്പിക്കണ ഫോട്ടോ എടുപ്പിച്ചിട്ടാണ്. ഡ്രസ് എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് പറയും ഫോട്ടോ ഒന്ന് എടുത്തരാം, പറഞ്ഞിട്ട് കൊടുക്കും. ഇത് ശരിയായില്ല, അങ്ങനെ എന്നെ കൊണ്ട് ഒരു അരമണിക്കൂർ പാടായിരിക്കണില്ലേ, റീൽസ് കണ്ടിട്ടില്ലേ? അതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കൽ എന്തായാലും എന്റെ കഴിയുണ്ടോ? ഞാൻ പറയും ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട്, റീൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് പ്രണയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് രാധതൻ പ്രേമത്തോടാണോ പാടാം? ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീനഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീനഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതിരി ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാഗയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ശരിക്കും ഏതിനോടായിരുന്നു അറിയാൻ പാടില്ലല്ലേ, നമുക്കത് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ പാടി ഇങ്ങനെ മൈൻഡിൽ വരുമ്പോഴേ വൈഫ് ഗുരുവായൂർ അമ്പലത്തിൽ തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾക്കൊരു 10-15 കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിനടുക്ക്. അപ്പോൾ ഒരു കഴിഞ്ഞ മാസം 1.5 മാസമായിട്ടുള്ളൂ ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലം നടക്ക ആദ്യമായിട്ട് കാണുള്ളൂ. ആ സമയത്ത് സജനാക്ക് എവിടെ കണ്ടാലും ഒരു റീൽ എടുക്കണം. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടെ പോയപ്പോ അതിന്റെ പുറം ഭാഗത്തൊക്കെ എന്ത് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ഞങ്ങൾ പാടിയ പാട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അവള് നടക്കണതൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പൊ അത് കുറെ ഷെയർ ഒക്കെ പോയിട്ട് കുറെ ആളുകള് ഭയങ്കര വിവാദം ഇങ്ങനെ ഭയങ്കരമായിരുന്നു. അത് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ ചില വിവാദങ്ങളൊക്കെ വേണ്ടേ. നമ്മള് മോശം കാര്യം ചെയ്തതല്ലല്ലോ. ശരിക്കും എസ് രമേശൻ നായരുടെ വരികള് മയിൽപീലിയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര രസമാണ്. ജയവിജയൻ സാറ് ആണ് ചെയ്തേക്കുന്നത്, അവരാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. നമ്മള് കൊല്ലം, കാസർഗോഡ്, തിരുവനന്തപുരത്തൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോ
നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും, ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോവുക. എവിടെ ആണെങ്കിലും ലോങ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഞാനൊന്നെങ്കിൽ അയ്യപ്പൻ്റെ വോളിയം 6 വെക്കും, കാരണവാസ, അതുപോലെ തന്നെ അണിയറങ്ങ് മാമലയിൽ, അത് തൊട്ട് എല്ലാ മഹാപ്രഭു, അങ്ങനെ ഒരു പാട്ടുണ്ടാവും. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോണതാണ് മയിൽപ്പീലി. ഈ 2 സാധനങ്ങളാണ് ഞാൻ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ ലോങ് യാത്ര ആകുമ്പോൾ ഈ സാധനം വെച്ചിട്ട് ഉറക്കം വരില്ല എനിക്ക്, തീരെ ഉറങ്ങൂല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ എവിടെയെങ്കിലൊക്കെ ഇട്ട് കിടന്നുറങ്ങും, അപ്പൊ തന്നെ വീണ്ടും ഈ പാട്ട് വെച്ചിട്ട് പോകും. വോളിയം 6 ശരിക്കും 4 ഭാഷകളിൽ എന്തോ ഇറക്കിയിട്ടുണ്ടായിരുന്നു തരംഗിണി ആ സമയത്ത്. അത്രയും പോപ്പുലർ ആയിട്ടുള്ള സോങ്സ് ആണ്. അതെ. ശരിക്കും നിങ്ങൾ ഈ 3ാമത്തെ ആളെയും കൂടെ പാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഇൻസ്റ്റയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് ആണല്ലോ നിങ്ങളിപ്പോ ഗ്രിപ്പ് അടിച്ചിരിക്കുന്നത്. അതെ അതെ. അതിലേക്ക് എപ്പോഴാണ് ട്വിസ്റ്റ് ഇത് മാറിയത്? നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു കഥ ഉണ്ട്, ഞങ്ങള് വന്ന വഴികളും കാര്യങ്ങളൊക്കെ. കാരണം നമ്മളൊരു 24 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുറേ റിയാലിറ്റി ഷോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഓഡീഷനും ഇതിനൊക്കെ ഇങ്ങനെ പോകും, നമുക്കൊന്നും കിട്ടൂല. വൈഫിൻ്റെ അടുത്ത് ഞാൻ വായെന്നിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകും, പക്ഷെ എവിടെയും കിട്ടില്ല. പിന്നെ നമ്മൾ ഓരോ വേദികൾ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ വലിയ ഐഡിയ സ്റ്റാർ സിംഗേഴ്സും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ വരും. അവർ 1-2 പാട്ടൊക്കെ പാടി അവർ സ്റ്റേജ് നല്ല പേയ്മെന്റ് ഒക്കെ മേടിച്ച് ഇത് ചെയ്യും. ഞങ്ങൾ അവിടെ 2.5 മണിക്കൂർ കുത്തി മറിഞ്ഞ് എല്ലാ പാട്ടൊക്കെ പാടിയിട്ട് ബാക്ക് സൈഡിൽ പോകുമ്പോൾ കാണാൻ ഞങ്ങളൊരു മൂലയിൽ ഇങ്ങനെ മാറുന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കും. അവരായിട്ട് ഫുള്ള് സെൽഫി ചെയ്ത്. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യോ എന്തല്ലേ എന്നാ നമ്മളൊക്കെ ഇതുപോലെയൊക്കെ ആവാന്നൊക്കെ. അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. അപ്പോൾ ആൽബം മേഖലയായാലും മറ്റു മേഖലയിലൊക്കെ ആയി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ചാൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളൊക്കെ നിരസിച്ചിട്ടേ ഫെയിം ഇല്ലാത്തവർ അങ്ങനത്തെ ഒരു ഇതൊക്കെ. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഒരു ചാൻസ് കിട്ടിയത് ഞങ്ങൾ കൈരളി ബട്ടർമാലിൽ അങ്ങനെ പാടുമ്പോൾ അങ്ങനെ കിട്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ത്രൂട്ട് ഇങ്ങനെ പോയി. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞിരുന്നു, എന്നാലും അറിയില്ല നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ സീസൺ 4-ലൊക്കെയാണ്. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ അത് കണ്ട് കഴിഞ്ഞത്. പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ പതുക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഇട്ടുകൊടുക്കും. കുറേ നാളായി വളരെ വലിയ ആഗ്രഹമായിരുന്നു ഒരു സെലിബ്രിറ്റി ആവണം, ആരെങ്കിലൊക്കെ അറിയണം. അപ്പൊ ഓള് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാല് ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സജനാടെ പാട്ടുകളാണ് ആദ്യം ഇട്ടിരുന്നത്. ഞാൻ അവൾക്ക് ഒരു സിനിമയിൽ പാടണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമാണ് കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അറിയപ്പെട്ടെങ്കിൽ ആരും വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുക, അങ്ങനെ പതുക്കെ റീലുകളൊക്കെ ഇട്ട് തുടങ്ങി. 100 ലൈക്കൊക്കെ കാണാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്ക ആകെ 10-15 ഞാൻ പറയും സജു നമ്മളിത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലാണ് ആളുകൾ കാണുള്ളൂ. കാണുമ്പോഴാണ് ഇതാരെങ്കിലൊക്കെ കണ്ട് പിന്നെ അടുത്ത വീഡിയോ റീച്ചറായിട്ട് പോവുള്ളൂ. അപ്പൊ ഇപ്പത്തെ നോക്കണ്ടെന്ന് പറയും. അങ്ങനെ ഒരു 10-20 വീഡിയോസാണ് ഇട്ടിട്ട് നിർത്തി. പിന്നെ ഒരു 6 മാസത്തേക്കില്ല. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും പറയും ഒരു വീഡിയോ കൂടി ഇട്ടാലോ. അപ്പൊ റീച്ച് കുറയും, വീണ്ടും കയറും, വീണ്ടും അങ്ങനെയായിരുന്നു. മോള് ചെറുതായിട്ടൊക്കെ മൂളായിരുന്നു. അപ്പൊ മോളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയും, മോളെ എന്നാ പാടാ, നമുക്ക് പാട്ടൊക്കെ പപ്പ സെറ്റാക്കി തരാം, നമുക്ക് റീലൊക്കെ പാടാം. എനിക്കൊന്നും വേണ്ട, തീരെ ഇഷ്ടണ്ടായിരുന്നില്ല പാടാന്. നല്ലൊരു ചെറുതിലെ പാടും, പക്ഷെ ആള് ഞാനൊന്നും പാടില്ല. പപ്പയും അമ്മയാണെങ്കിൽ പാടിക്കോ, റീല് പാടിക്കോ, ഞാനില്ല. അപ്പൊ ഞാൻ എല്ലാരും പറയാ മോള് പാടൂല്ലേ, നിങ്ങളെ പോലെ പാടാൻ പറഞ്ഞാ പാടുന്നൊക്കെ പറയും, വിഷമത്തോടുകൂടി പറയും. ഞാൻ പറയും എന്നാ അവൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ വേണ്ട. അവർക്ക് ഡാൻസിൽ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഡാൻസിൽ ഇത് ചെയ്യാം, മോള് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് മോളുടെ ഇഷ്ടം പോലെ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഒപ്പര ഡാൻസ് ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ ഒരു ദിവസം വന്നിട്ടില്ലേ, ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പാട്ട് പാടാല്ലേ പപ്പ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി. ആ പാട്ട് ഒരാൾ അത് നമ്മുടെ വീഡിയോ വേറെ ഒരാൾ എടുത്തിട്ട് ആളുടെ പോസ്റ്റ് ചെയ്ത് അതൊരു ഫോർമില്ല ഉണ്ട് ആള്. എന്നിട്ട് അതിന്ന് കണ്ണാന്തുമ്പി എന്നുള്ള ഒരു പാട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പാടിയത്. അപ്പൊ അത് നമ്മുടെ ഒരു ഓർക്കസ്ട്രയിൽ നിന്നുള്ള ഒരിക്കുണ്ട് കണ്ണൂര് SS സുബൈർ, ആളുടെ ഒരു ചാനൽ ഇട്ടിട്ട് അത് അത്യാവശ്യം വൈറലായി. പിന്നെയാണ് ഇങ്ങനെ പതുക്കെ മോൾക്ക് പിന്നെ ആൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞങ്ങൾ 3 ആൾ തുടങ്ങാനുള്ള കാരണം വൈഫിന്റെ ഇത്തുണ്ട് സൈഫുനീസ ചെപ്പു എന്നാണ് ഞങ്ങൾ വിളിക്കുക. പാപ്പയും മോളും കൂടെ പാട്. അപ്പൊ ഏതെങ്കിലും പാട്ടൊക്കെ ചെയ്യും, അത് വെറൈറ്റി ആയിരിക്കുന്ന കാരണം അങ്ങനെയാണ് ഞങ്ങള് കഴിഞ്ഞ അയ്യപ്പ സീസണില് നല്ല അത്യാവശ്യം കേറി പല ചാനലുകളിലൊക്കെ വന്ന്. അതാണ് നമ്മുടെ ഒരു ഗ്രിപ്പ് അവിടെയാണ് തുടങ്ങിയാണ്. ഒറ്റയ്ക്കുള്ള പാട്ട് പാടാമല്ലോ, മറ്റേ തേടി വരും കണ്ണുകളിൽ കൂടിയെത്തും സോങ്. വിഷ്ണു നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തി
പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി. വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി. കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി. അപ്പൊ പാട്ട് പഠിക്കുന്നത് അച്ഛനമ്മയെ പഠിപ്പിക്കുമോ അതെ വേറെ എവിടെന്നെങ്കിലും പഠിക്കുന്നുണ്ടോ? എവിടെന്നാ എന്താ പഠിക്കുന്നത്? കർണാട്ടിക് മ്യൂസിക്കാ? ക്ലാസിക്കൽ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സാ. നിത്യ എന്നാണ് ചേച്ചിനെ എടുക്കണത്. അപ്പൊ ഒരുപോലെ തൃശ്ശൂരുള്ള ഒരേ ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ അല്ലേ? ഒരേ ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ആണല്ലേ. അപ്പൊ മ്യൂസിക് പഠിച്ചതാണോ അതെ പാടി? ഞാൻ പഠിച്ചിട്ടില്ല. നമുക്ക് അതിനുള്ളൊരു സാഹചര്യങ്ങള് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടില്ല. നമ്മൾ അത്രയും ഒരു അവിടെ നിന്ന് കയറി വന്നാണ്. അപ്പൊ ഇവര് ഞാൻ മുന്നേ പഠിച്ചായിരുന്നു, പക്ഷെ ഞാൻ അന്ന് സീരിയസ് ആക്കി എടുത്തായിരുന്നില്ല. അതെപ്പോഴും എനിക്ക് വിഷമം തോന്നും. അപ്പൊ ഞാന് ഇവളെ കുറച്ച് സീരിയസ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും വീണ്ടും ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് ഇവളെ. അപ്പൊ രണ്ടാളും ഒരുമിച്ച് പഠിക്കണ. ഒരേ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ലേ? അതെ, അതന്നെ. കല്യാണത്തിന് കൂടാൻ പറ്റില്ല. ക്ലാസ്സിലേക്ക് പല രണ്ടാമത് കല്യാണം ഉണ്ട് കേട്ടോ. അയ്യോ, അതിൽ കൂടാൻ നമുക്ക്. ഞാനും വരാം കുറച്ച് പായസം കുടിക്കാൻ. ഇപ്പൊ പ്രോഗ്രാംസ് നന്നായിട്ട് പോകുന്നുണ്ട്. ആഗ്രഹങ്ങള് വലുതാണ്. പക്ഷെ എങ്കിലും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാംസിലൂടെ അല്ലാതെ ആരെങ്കിലും ഒക്കെ വിളിച്ച് ശല്യപ്പെടുത്തുക, പാട്ട് അയച്ചു കൊടുക്കുക? ഇല്ല, അവള് ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ കുറെ മുമ്പ് തന്നെ പറയലുണ്ട്, എനിക്ക് വോയിസ് അടിപൊളിയാണ്, എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും തട്ടിമുട്ടി പോകും. പക്ഷെ വൈഫിന് കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, സംഗീതമായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വോയിസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വോയിസാണ്. അപ്പോൾ ഞാൻ വൈഫായതുകൊണ്ട് പറഞ്ഞല്ല, പൊതുവെ എനിക്ക് അവളുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ അവൾക്ക് ചാൻസ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയും. ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിനാ ഒക്കെ നമുക്ക് ഇത് അയച്ചു കൊടുത്താലാണ് അവരറിയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു ചാൻസ് വിളിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ആന്നൊക്കെ പറയും. പിന്നെ അതവിടെ ഇടും. അതിന് വേണ്ടിട്ട് ട്രൈ ഞാനിങ്ങനെ ഇൻസ്റ്റയില് അവരെ മെൻഷൻ ചെയ്യും. അപ്പൊ ഇപ്പൊ അടുത്ത് മറ്റേ രാഹുൽ രാജ് സാറിന്റെ മറ്റേ വിജന സുരഭി പാടിണ്ടായി. അപ്പൊ സാർ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്ത് സ്റ്റോറി ഒക്കെ വെച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നിട്ട് ചെറുതായിട്ട് മെസ്സേജ്, സാർ എനിക്ക് എന്തെങ്കിലും ചാൻസ് മെസ്സേജ് ഒക്കെ അയച്ചു ചെറുതായിട്ടല്ല കിട്ടിയ പോയാലൊരു വാക്കല്ലേ. ഞാൻ വേറൊന്നും ചോദിക്കണില്ലല്ലോ, വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പാട്ടല്ലേ ചോദിച്ചോളൂ. അല്ല, പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ ഞാനിങ്ങനെ എല്ലാവർക്കും മെൻഷൻ വെക്കും, പക്ഷെ ആരും ഇതുവരെ മെൻഷനൊന്നും മൈൻഡ് ആക്കാറന്നില്ല. പക്ഷെ ഈ സാറിന്റെ ഏത് പാട്ട് പാടിയാലും ഇത് കമന്റും എങ്ങനെ ഒരു സ്റ്റോറി വെക്കാത്ത അതെനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നാറുണ്ട്. അതുപോലെ പിന്നെ ARMന്റെ മറ്റേ അങ്ങുവാനക്കോണില് പാടിയിട്ട് ജിതിൻ ലാൽ സാറ് ആ സാറും സ്റ്റോറി വെച്ചായിരുന്നു, കമന്റ് നന്നായിരുന്നു. പോലെ എനിക്ക് സന്തോഷമായി. അതല്ല, നമുക്ക് ഇതിനൊക്കെ മുമ്പ് ജാസിഫ് സാറിന് ഒരു മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ ഒക്കെ വന്നില്ല. ജാസിഫ് സാറിനും ഞാനൊരു കവർ സോങ് ചെയ്തിട്ട് അത് അയച്ചെടുത്തപ്പോ ഗുഡ് വോയിസ് ആണ്, അടിപൊളി എന്നൊക്കെ പറഞ്ഞു. സന്തോഷം. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ. മറ്റേത് വോയിസ് എന്ന് പറഞ്ഞാൽ വൈക്കം വിജയലക്ഷ്മി. അയ്യോ, അത് വേറെ ലെവല് മുതലല്ലേ. ഞാൻ അത് വെച്ച് കേൾക്കുമ്പോ അപ്പൊ കരഞ്ഞു. വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കൂടാനുള്ള ഭാഗ്യമായി ചേച്ചിനായിട്ട്. അയ്യോ, എന്തൊരു സ്നേഹമുള്ളൊരു, അയ്യോ ഭയങ്കര രസാള്, നല്ല എന്റർടൈൻമെന്റ്. കേട്ടാ മതി നമ്മുടെ വോയിസ്. നിഷാദല്ലേ എന്ന് പറയും, സജിനല്ലേ എന്ന് പറയും. നല്ല സ്നേഹ ചേച്ചി, അടിപൊളിയാ.
എവിടുന്നാ വോയിസ് വരുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടുന്നാ വരുന്നതെന്ന് അത്രയ്ക്കും രസമായിട്ടാണ് വരുന്നത്. പാട്ടുകാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ അധികം വിശേഷം പറയുമ്പോഴും പാട്ടാണ് മെയിൻ എന്നുള്ളതാ. നിങ്ങൾ 3 പേരും കൂടെ ചന്ദന ചർച്ചിത പാടുന്നതും രസമുണ്ട്. 3 പേരും കൂടെ നോക്കിയാലോ. തിരുമാറിലെ വനമലപ്പൂക്കളിൽ ആദ്യ വസന്തം തിരുമാറിലെ വനമലപ്പൂക്കളിൽ ആദ്യ വസന്തം ആപദ പങ്കജമാദ്യം വിടർത്തിയ സൂര്യപ്രകാശം ഞാൻ നിന്റെ ഗീതവും വേദവും ചന്ദന ചർച്ചിത നീലകളേബരം എന്നെ മനോഹരമേകം കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം. എന്നിട്ട് ഇയാള് വീഡിയോ ചെയ്ത് എപ്പോഴാ ക്രൈസ് തുടങ്ങിയത് ദിൽറൂബയ്ക്ക്? പിന്നെ ക്രൈസ് ആയില്ല, കോളുകള് ഒക്കെ ഓരോരുത്തർ വിളിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ ആൾക്ക് ഇൻട്രസ്റ്റ് ആയി. റീലൊക്കെ പാടി നമ്മൾ 1-2 പ്രോഗ്രാമിനൊക്കെ പോയപ്പോ പിന്നെ ഞങ്ങളെ കൂടെ കൂടിയല്ലോ. പിന്നെ അതിന്റെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിങ്ങനെ തിരക്കേടില്ലല്ലോ, എല്ലായിടത്തും ഇങ്ങനെ നടക്കാലോ. അപ്പാണ് ഗുഡൻസ് മനസ്സിലായത്. എപ്പോഴാ ശരിക്കും മനസ്സിലായേ ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണെന്നുള്ളത്? ട്രാവലിംഗ് കൊണ്ടാണ് കൂടെ കൂടിയത്, പാട്ടല്ല കേട്ടാ. നിങ്ങൾ വിചാരിക്കുന്നതല്ല ക്രൈസ്. പാട്ടുണ്ട്. ഇപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആൾക്കാരൊക്കെ തിരിച്ചറിയോ ഇപ്പോ ദിൽറൂബയെ? ഫാൻസൊക്കെ ആയി. എന്താ തോന്നുക അപ്പോ അവര് വന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ? സന്തോഷം. ശരിക്കും ഈ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഒരു രസം വർഷങ്ങളായിട്ട് ഞങ്ങള് ആഗ്രഹിച്ച് നമ്മള് ഇപ്പോ 10-24 കൊല്ലം ഈ ഫീൽഡിലുണ്ടെങ്കിലും ഇപ്പൊ 1-1.5 കൊല്ലമായിട്ടുള്ള നമ്മളെ ആളുകൾ പോകുമ്പോ നിഷാദല്ലേ പാട്ട് ഫാമിലി അല്ലേ എന്നൊക്കെ അറിയില്ല. എനിക്കാനെ കാണുമ്പോ പാട്ട് ഫാമിലി നിഷാദ് സുൽത്താനല്ലേ നോക്കിയോ. പിന്നെ ആളുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ പാട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഭക്തിഗാനങ്ങൾ മാത്രമാണോ പാടുക എന്നൊക്കെ. അപ്പൊ കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പാട്ടുകളാണ് ഇടല്. അപ്പോൾ അല്ല, ഞങ്ങൾ എല്ലാ പാട്ടും പാടും, അടിപൊളി ഹിന്ദി തമിഴൊക്കെ പാടും എന്ന് പറയും. പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഈ റീൽസുകൾ മാത്രമല്ല കാണുന്നത്. ഞങ്ങളിപ്പോ മറ്റു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഞങ്ങള് മെലഡീസ് ഇല്ല, ഫുള്ള് അടിപൊളി സോങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടാളും വിളിക്കുക. ശരിക്കും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മുസ്ലിം ഐഡന്റിറ്റിക്കലായിട്ടുള്ള വേഷം ഇട്ടിട്ട് ഹിന്ദു ഭക്തിഗാനങ്ങൾ കൂടുതൽ പാടുമ്പോൾ അതിനകത്തുള്ളൊരു രസം ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് കൊള്ളാലോ എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നി അതാണ് ഒരു മാർക്കറ്റ് എന്ന് തോന്നുന്നു. ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമല്ല, അത് കൂടുതൽ റീച്ച് ആയിട്ട് വൈറലായപ്പോഴാണ് കൂടുതലും കയറി പോകുന്നത്, ആ പാട്ടുകൾ ആളുകളിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മള് കുറെ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്നുണ്ട്, നമ്മള് മുസ്ലിം അതുപോലെ തന്നെ കുറെ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ 1-2 ക്രിസ്ത്യൻ ഡിവോഷണലൊക്കെ അടിച്ച് കയറിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മളെ മുസ്ലിംസിന്റെ നമ്മുടേതായിട്ടുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ കുറച്ച് റീച്ച് കുറവായിരിക്കും, കുറച്ചുള്ള. പക്ഷെ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ നന്നായിട്ട് കയറലുണ്ട്. അത് ചിലപ്പോ ഈ സാർ പറഞ്ഞതുപോലെ അങ്ങനെയായിരിക്കും, അങ്ങനെ ചിന്തിക്കുന്നതാണ് അതിന്റെ ഒരു രസം, ചിന്തിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇനി ദൈവസ്നേഹം. സ്വപ്നങ്ങൾ പൊഴിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുന്നേ പോയാൽ ഭയമെവിടെ, ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാന് ജീവിതം പോരാ. അപ്പോ മുസ്ലിം ഡിവോഷണലും കൂടെ ഒരെണ്ണം പാടിയിട്ട് മറ്റു വിശേഷങ്ങൾ പറയാം. വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ശമിക്കാത്തതാം
തളർത്തുന്നു ദേഹം, വിറയ്ക്കുന്നു മേനി, പിടയ്ക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം, തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റഅത്തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. ജിബ്രീൽ വന്ന് ഇഖ്റഅത്തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തും നടക്കൂ ഖദീജ. പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തും നടക്കൂ ഖദീജ. ഫീലുള്ള പാട്ടാണല്ലേ. ശരിക്കും നിങ്ങൾ 3 പേരും കൂടെ പോകുന്നതിന് ഒരു സുഖം ഉണ്ടാവും. അത് കൂടുതൽ പ്രോഗ്രാംസ് കിട്ടാൻ സഹായിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മള് ആദ്യം ഞങ്ങൾ 2 പേരും ഇങ്ങനെ പ്രോഗ്രാമിന് മുമ്പ് പോയിരുന്നത്, ഇപ്പൊ മോളും കൂടെ ആയപ്പോ ഒത്തിരി പരിപാടി അങ്ങനെ ഒരു പാക്കേജ് ആയല്ലേ, ഫാമിലി പാക്കേജ്. പാട്ട് ഫാമിലി എന്ന് പറയുന്ന പേര് ആരാ സജസ്റ്റ് ചെയ്തത്? അത് ഞാൻ തന്നെ. അതിന്റെ ക്രെഡിറ്റ് എനിക്കാണോ? അതൊന്നുമില്ല, ഡിസ്കഷനിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കുമ്പോ കാണാം മല്ലു ഫാമിലി, മറ്റു ഫാമിലി, അങ്ങനെ അങ്ങനെ കുറെ ഫാമിലീസുകൾ ഇങ്ങനെ കാണാം. അപ്പൊ ഇങ്ങനെ കുറെ ഫാമിലീസിന്റെ ഇതുകൾ ഇങ്ങനെ കാണാം ഓരോന്ന്. അപ്പൊ ഞാന് നമുക്കിപ്പോ പാട്ട് ഫാമിലി ഇട്ടാലോ, പാട്ട് ഫാമിലി ഇതായി അപ്പൊ നമ്മളായി, അപ്പൊ അങ്ങനെ ഇടാന്ന് വെച്ചാൽ അപ്പൊ അതാണ് ഒരു ബ്രാൻഡ്. നമ്മൾ പറയപ്പെടുന്നത് പാട്ട് ഫാമിലി അല്ലേ എന്ന് പറയാം. നമ്മൾ എവിടെയെങ്കിലും കണ്ടുമുട്ടി കഴിഞ്ഞാൽ അതിന് എന്റെ അടുത്ത് വരുമ്പോൾ പാട്ട് ഫാമിലി അല്ലേന്ന് പറയാം. എന്റെ പേരൊന്നും ചോദിക്കൊന്നുമില്ല. അതെ, അങ്ങനെ എളുപ്പമുണ്ട്. അതെ. എന്നിട്ടും പേര് തിരിച്ചറിയുന്ന ആരാധകരെ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം വരുമല്ലേ? ഞങ്ങളെ അത്രയും ശ്രദ്ധിക്കുന്നവരാണല്ലേ എന്നുള്ളൊരു ഫീൽ കിട്ടില്ലേ? മുഖത്തുണ്ട് കേട്ടോ സന്തോഷം. അതുപോലെ പിന്നെ ആദ്യം തീരെ മൈൻഡ് കാത്തവരൊക്കെ ഇപ്പൊ നല്ല മൈൻഡാ. നമ്മളെ കൂട്ടുകാരിയാണ്, നമ്മളെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതെ, അപ്പുറത്തെ വീട്ടിലുള്ളതാണ്. നമ്മള് അടുത്ത വീട്ടിലത്തെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും അങ്ങനെ പൊതുവെ അങ്ങനെയാണ്. എല്ലാവരുടെ നാടായാലും നമ്മുടെ കയ്യിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇല്ല. അങ്ങനെ പരിപാടികളൊന്നും അങ്ങനെ വലിയ പുറത്തുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവരാം. ഇപ്പൊക്കെ ഇങ്ങനെ ഇടക്കും തലക്കെ ഇങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമാണ്, കാരണം നമ്മുടെ നാട്ടുകാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു. പിന്നെ അതൊന്നല്ല, രാവിലെ തന്നെ ഇങ്ങനെ ഇഷ്ടമുള്ളവരുടെ കോളിലായിരിക്കും എനിക്ക്. ഞാൻ പുലർച്ചെ 4:30 എനിക്ക് കോള് വരും. 4:30, 5 മണി പുറത്തുനിന്ന്. അതായത് അവര് എഴുന്നേക്കുന്ന സമയം അതായിരിക്കും, പക്ഷെ നമ്മൾ എഴുന്നേക്കുന്ന സമയം 9 മണിയൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് എടുക്കുന്ന സമയം ഒരു സമയമാവില്ല. കാരണം വെച്ചാല് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലൊക്കെ കമന്റുകളൊക്കെ വന്ന് റിപ്ലൈ ഞാൻ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ നമ്മുടെ വീഡിയോയില് നമ്പർ കൊടുക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറെ കോളുകൾ വരും. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുകൂടാതെ വാട്സപ്പിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ആളുകൾ വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മണി 2 മണി അതുവരെ നമ്മൾ ഉറങ്ങാം. പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ തന്നെ. പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട 4 മണിയാണ് എൻ്റെ ഉറക്കം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം കമന്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ 4 മണിക്കും 5 മണിക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഒരു നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നോക്കും. ചിലപ്പോൾ എന്തെങ്കിലും അർജന്റ് കോൾ ഞാൻ എപ്പോഴും ഒരിക്കലും സൈലന്റ് ആക്കില്ല, കോളേജിൽ നിന്നിട്ട്. കാരണം വെച്ചാൽ എന്തെങ്കിലും നമ്മുടെ ഫാമിലീസ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വിളിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെയാണ് ഇടല്. അപ്പോൾ ഞാൻ പോയി ആ സമയത്താലും എഴുന്നേറ്റ് പോയി നോക്കും. അപ്പോൾ കാണാം ഇങ്ങനെ പോലെ. അപ്പോൾ കുറച്ച് നേരം സംസാരിക്കും. കാരണം ഞാൻ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ തിരിച്ചു വിളിച്ചാൽ മതി, ഞാൻ തിരിച്ചു വിളിക്കും. എല്ലാവരും കോളും അറ്റൻഡ് ചെയ്യും, തിരിച്ചു വിളിക്കും. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാനേജർ കുറച്ചുകൂടെ ഒന്ന് വളർന്നോട്ടെ, എന്നിട്ട് വേണം ഇതൊന്ന് വികസിപ്പിക്കാൻ അല്ലേടാ, എന്നിട്ട് വേണം നമ്മുടേതാക്കി മാറ്റാൻ. വേറെ പേജ് ഉണ്ട് അമ്മയ്ക്ക്? വേറെ പേജ് ഉണ്ട്. ഞാനിക്ക് പാട്ട് ഫാമിലി ഫോളോ ചെയ്യുമ്പോൾ തുടങ്ങിയത് തുടങ്ങിയത്. പക്ഷെ ഇവിടെ എന്നെ കടത്തി വെട്ടിച്ച് വിളിക്ക് നല്ല ഫോളോവേഴ്സായി. യൂട്യൂബ് ഒന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബൊക്കെ ഇപ്പൊ ഒരു 2 മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ പാട്ട് ഫാമിലി ഒഫീഷ്യൽ എന്നൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ പേര്. ഇപ്പൊ 1-2 പാട്ട്, ഇന്ന് 2 പാട്ട് റിലീസാണ് അയ്യപ്പന്റെ. അപ്പൊ അത് പാടാം. അത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഒരു പാട്ടിന് സംഗീതം മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഈ അയ്യപ്പ പാട്ടാണ്.
അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു ഫീൽ വരലുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു പാട്ട് മ്യൂസിക് ചെയ്താലോ, പക്ഷെ എനിക്ക് വരൂല. ഞാൻ മ്യൂസിക് ചെയ്യാൻ നോക്കിയാലും വരില്ല. പക്ഷെ എന്തോന്നറിയില്ല, ഞാൻ ഒരു റൂമിലേക്ക് ഒരു 10-15 മിനിറ്റ് പോയിട്ട് ഒരു പാട്ട് ചെയ്യണം. അത് ഇപ്രാവശ്യം അയ്യപ്പ പാട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ആൾക്കാണ് ഞാൻ വിളിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മുടെ പാട്ട് ശബരി ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം അല്ല, അപ്പൊ ആൾക്ക് തന്നെ വിളിച്ച സംഗീതം ചെയ്യാം, അപ്പൊ ആളിപ്പോ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാലും ഇപ്രാവശ്യം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പാട്ട് ഇപ്രാവശ്യം നിങ്ങളുടെ പുതിയതില്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്നൊരു പിടുത്തല്ല. അങ്ങനെ ഞാൻ റൂമിൽ പോയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാട്ട്, അത് ഇപ്പം ഇന്ന് റിലീസാണ്. സ്വാമിയേ അയ്യനേ സ്വാമിയേ ശരണം, സ്വാമിയേ അയ്യനേ സ്വാമിയേ ശരണം. ശരണകീർത്തനം ശക്തമാനസമേകിടും അഭയം, ആത്മജപമായ പരമനിർവൃതി നൽകിടും അഭയം. സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. റിലീസാവട്ടെ, ഹിറ്റാവട്ടെ. അതെ, ഹിറ്റാവട്ടെ. ഒരു പാട്ടും കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഗംഗയാറ് പിറക്കുന്നു, ദാസാറ് ചെയ്തിട്ടുള്ള പാട്ട്. കാവ്യമുടുത്തു ഗംഗയിൽ മുങ്ങി കാശിക്ക് പോകും ഭക്തന്മാർ, കാവ്യമുടുത്തു ഗംഗയിൽ മുങ്ങി കാശിക്ക് പോകും ഭക്തന്മാർ, കറുപ്പുമുടുത്തു പമ്പയിൽ മുങ്ങി മലയ്ക്ക് പോമയ്യപ്പന്മാർ, പൊന്മല നമ്മുടെ പുണ്യമല പമ്പ നമ്മുടെ പുണ്യനദി, ഗംഗയാറ് പിറക്കും ഹിമവന്മലയെ, പമ്പയാറ് പിറക്കും ശബരിമലയെ, പൊന്മല നമ്മുടെ പുണ്യമല പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല പമ്പ നമ്മുടെ പുണ്യനദി, പമ്പ നമ്മുടെ പുണ്യനദി, പമ്പ നമ്മുടെ പുണ്യനദി. അത് ഓക്കെ. അപ്പൊ കല്യാണത്തിന്റെ ഡേറ്റും കൂടെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പിരിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാനും എളുപ്പമായിരിക്കും. ഇപ്പൊ ചേട്ടനൊക്കെ കൊണ്ടുപോയി അവിടെ പകർക്കാം. അതെ 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 അതെ. അപ്പോ ഇങ്ങനെ സന്തോഷമായിട്ടൊരു പാട്ട് ഫാമിലി ആയിട്ട് തുടരുക. പാട്ട് വളരട്ടെ, രസമായിട്ട് പോട്ടെ. കുട്ടിപ്പാട്ടുകാരി എല്ലാവരെയും കടത്തിവിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. ഓക്കെ, നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു. നന്ദി.